ആഗോള തീർത്ഥാടന കേന്ദ്രവും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതുമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി മലങ്കര സഭയിലെ പ്രസിദ്ധ ദേവാലയങ്ങളിലൊന്നാണ്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലാണ് ചന്ദനപ്പള്ളിയിൽ ക്രൈസ്തവ കുടിയേറ്റമുണ്ടായത്. 1790 ആദ്യ ക്രൈസ്തവ ദേവാലയം സ്ഥാപിതമായി. ചന്ദന തടികൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയം 1875 പുതുക്കി പണിതു. മാർ ഗ്രിഗോറിയസ് ആണ് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. 1986 ദേവാലയം വീണ്ടും പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1986 ഡിസംബർ 25 പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവ ദേവാലയ ശിലാസ്ഥാപനം നടത്തി. ഇൻഡോ സാരസനിക് ശില്പകലയിൽ പണിതീർത്തിരിക്കുന്ന ദേവാലയം രൂപഭംഗി കൊണ്ടും വലിപ്പം കൊണ്ടും മനോഹരമാണ്. 2000 മെയ് 7, 8 തീയതികളിലായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ മലങ്കര സഭയിലെ മറ്റ് മെത്രോപോലിത്തന്മാരുടെ സാന്നിധ്യത്തിൽ കുദാശ ചെയ്ത് ആരാധനയ്ക്ക് യോഗ്യമാക്കി. മെയ് 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ. പ്രധാന പെരുന്നാൾ 7, 8 തീയതികളിലാണ്. പ്രസിദ്ധമായ ചെമ്പെടുപ്പ് മെയ് 8 നടക്കും. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന ചെമ്പെടുപ്പ് എന്ന അനുഷ്ഠാനത്തിന് തുടക്കം കുറിച്ച ദേവാലയമാണ് വലിയ പള്ളി. പെരുന്നാളിന്റെ പ്രധാന നേർച്ചയായ അരി പള്ളിക്ക് കിഴക്ക് ഭാഗത്തുള്ള ചെമ്പിൻമൂട് എന്ന സ്ഥലത്ത് പാകപ്പെടുത്തിയതിനു ശേഷം കൽക്കുരിശിന് സമീപമുള്ള കുതിരപ്പുരയിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ചടങ്ങാണ് ചരിത്രപ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ്. ചെമ്പിലാദ്യം അരിയിടുന്നത് അങ്ങാടിക്കൽ മേക്കാട്ട് നായർ തറവാട്ടിലെ കാരണവരാണ്. തുടർന്ന് വിശ്വാസികളും 11 പറ അരി വീതം കൊള്ളുന്ന 2 ചെമ്പിലാണ് വിശ്വാസികൾ നേർച്ച അർപ്പിക്കുന്നത്. ഇത് പുതുവെള്ളത്തിൽ ആവി കൊള്ളിച്ചെടുക്കും. 150 പറ അരിയോളം ഇങ്ങനെ പാകപ്പെടുത്തും. വൈകിട്ട് 4 മണിക്ക് 2 നിറച്ചെമ്പുകളും മുളം കഴകളിട്ട് വഴകവടം കെട്ടി ബലപ്പെടുത്തും. തുടർന്ന് മുഖ്യ പുരോഹിതൻ ചെമ്പിൽ സ്ലീബ ചാർത്തുന്നതോടെ വിശ്വാസികൾ ചെമ്പ് വാഹകരാകും. ഹോയ് ഹോയ് വിളികളോടെയും സഹദായുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടിയും ചെമ്പ് കുതിരപ്പുരയിലേക്ക് എഴുന്നള്ളിക്കും. 10,000-കണക്കിന് വിശ്വാസികൾ പൂക്കളും വെറ്റിലയും വിതറി സ്വീകരിക്കും. കൽക്കുരിശടിക്ക് 3 വട്ടം പ്രദക്ഷിണം വെച്ച് ചെമ്പ് കുതിരപ്പുരയിൽ ഇറക്കി വയ്ക്കും. തുടർന്ന് ചെമ്പിലെ അരി വിശ്വാസികൾക്ക് നേർച്ചയായി നൽകും. ഇടവകയുടെ കാവൽ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദ തുർക്കിയിലെ കപ്പദോക്യായിൽ ജനിച്ചു. റോമൻ പടയാളിയായ ഗീവർഗീസിനെ ക്രൈസ്തവ പീഡയുടെ ഭാഗമായി ഡയക്ലീഷ്യൻ 7-ാമൻ ചക്രവർത്തി വധിച്ചു. മൃതശരീരം പാലസ്തീനിലെ ലിഡായിൽ സംസ്കരിച്ചു. AD 900 അലക്സാണ്ട്രിയൻ ചക്രവർത്തി അബാ ഗബ്രിയൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. 1916 അവിടെ നിന്നും അന്ത്യോക്യയിലെ മർദ്ദനിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അന്ത്യോക്യ സന്ദർശന വേളയിൽ പരിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് തിരുമേനി തിരുശേഷിപ്പിന്റെ ഒരു ഭാഗം മലങ്കരയിൽ കൊണ്ടുവന്നു. 2004 മെയ് 8 പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ